ഹലോ, ഇന്നത്തെ വീഡിയോയിൽ സിംഗപ്പൂർ ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇത് കുറച്ച് നാളുകൾ മുൻപ് എടുത്തൊരു വീഡിയോ ആണ്. അതിൽ ഞാൻ വോയിസ് കൊടുക്കാൻ വിട്ടുപോയിട്ട് അതങ്ങനെ പിന്നെ ചെയ്യാമെന്ന് വെച്ച് ഇപ്പോഴാണ് അതിന് സമയമായത്. 74 ഹെക്ടറുള്ള ഈ ഒരു ഗാർഡൻ 165 വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. നമ്മൾ നടക്കണ ഈ ഒരു വഴിയിൽ ആർച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലൈംബേഴ്സിനെ പടർത്തി വിട്ടേക്കാണ്. ആ ഒരു ഏരിയനെ ട്രെല്ലിസ് ഗാർഡൻ എന്നാണ് പറയണത്. അതുപോലെ പോകുമ്പോൾ ഇങ്ങനെ നല്ല നല്ല പൂക്കൾ കാണാൻ പറ്റി. ഇതൊരു വലിയൊരു പൂവാണ് കേട്ടോ. അതിൻ്റെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കാണുന്നത് ബാംബു ഗാർഡൻ, ബാംബു കളക്ഷൻ. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന നാടൻ പൂക്കൾ കണ്ടു. ഈ ഒരു വയലറ്റ് പൂവ് ഓണത്തിന് ഇടാറുണ്ട്. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ നന്ദ്യാർവട്ടം, അതിൻ്റെ ഒരു ഷേപ്പ് നല്ല ഭംഗിയിലാണ് നിൽക്കണ കേട്ടോ. ഇങ്ങനെ 2 ഷേപ്പിൽ ഉണ്ടെന്ന് തോന്നുന്നു നന്ദ്യാർവട്ടം. പോണ വഴിയിൽ എക്കോ ഗാർഡൻ കണ്ടു. പിന്നെ ഫോളിയേജ് ഗാർഡനിലേക്കാണ് പിന്നെ കയറുന്നത്. ഇത് ഇലത്തോട്ടങ്ങളാണ് കേട്ടോ. ഇവിടെ പലതരം ഷേപ്പിലും ഷെയ്ഡ്സിലൊക്കെ ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ ഓരോ ഏരിയയ്ക്കും ഓരോ പേരിട്ടേക്കാണ്. ഫ്രാഗ്രൻറ്റ് ഗാർഡൻ, സ്വാൻ ലേക്ക്, പാം വാലി, ജിഞ്ചർ ഗാർഡൻ, റെയിൻ ഫോറസ്റ്റ്, ഓർക്കിഡ് ഗാർഡൻ. അങ്ങനെ ഞാൻ എല്ലാ ഏരിയയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. റെയിൻ ഫോറസ്റ്റും ഓർക്കിഡ് ഗാർഡനാണ് ഇന്ന് മെയിനായിട്ട് കണ്ടത്. ഈ ഓർക്കിഡ് ഗാർഡൻ്റെ വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ട്, അന്ന് തന്നെ എടുത്തിട്ടുള്ളതാണിത്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അത്രയും വൈകി. ഇത് വുഡ് കൊണ്ടുള്ള വാക്ക് വേ ആണ്. അത് കഴിഞ്ഞിട്ട് മെറ്റൽ ഗ്രിൽ ചെയ്ത ഒരു വാക്ക് വേയുടെ മുകളിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ താഴെ കൂടെ വെള്ളം പോകുന്നുണ്ട്. ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട് അവിടെ. 10,000-ലധികം പലതരത്തിലുള്ള പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. സിംഗപ്പൂർ നാഷണൽ ഓർക്കിഡ് ഗാർഡൻ ഇതിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞല്ലോ. ആ ഗാർഡനിലേക്ക് കയറാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അല്ലാതെ നമുക്ക് ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ വരണമെങ്കിൽ ഫ്രീ ആണ് കേട്ടോ, ടിക്കറ്റൊന്നും വേണ്ട. ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ ന്യൂ ഇയറിൻ്റെ എന്തോ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ PR ഉള്ളവർക്കും എസ്പാസ് ഉള്ളവർക്കും സിറ്റിസൺഷിപ്പ് ഉള്ളവർക്കൊക്കെ ഫ്രീ ആയിരുന്നു ഓർക്കിഡ് ഗാർഡനിലേക്കുള്ള എൻട്രി. ഈ ഒരു ഇല കണ്ടപ്പോൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ് വന്നു. പണ്ട് കഞ്ഞി വെച്ച് കളിക്കുമ്പോൾ പ്ലേറ്റ് ആക്കണ ഇലയാണത്. ഇവിടെ പിക്നിക്കിനും വാക്കിങ്ങിനും എക്സസൈസിനും അങ്ങനെ പലതരം റിക്രിയേഷണൽ ആക്ടിവിറ്റീസിനും സൗകര്യമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ്സും റെസ്റ്റ് റൂമുകളും പിക്നിക് ടേബിൾസും അങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ പോണത് റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ്. ഇത് ആദ്യ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് വന്നപ്പോൾ റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഏരിയ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു മാപ്പ് കണ്ടില്ലേ, ആ ഒരു ഏരിയയാണ് റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ ഹെർബ്സും ഫേംസും കുറ്റിച്ചെടികളും കുറേ അധികം മരങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ചില മരങ്ങൾ 50 മീറ്റർ ഉയരത്തിലുണ്ട് ഇത്രേ. 1819 മോഡേൺ സിംഗപ്പൂർ ആവുന്നതിന് മുൻപേ ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയണത്, ഈ റെയിൻ ഫോറസ്റ്റ്. ഇവിടെ പിന്നെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ. അപ്പോൾ അത് ആ ഒരു ഇതിൽ തന്നെ എപ്പോഴും നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ല സുഖമാണ്. സിംഗപ്പൂരിൻ്റെ നാച്ചുറൽ ഹെറിറ്റേജ് ആയിട്ട് ഈ റെയിൻ ഫോറസ്റ്റിനെ അവർ കാത്ത് സംരക്ഷിക്കുന്നുണ്ട്.
No, because I don't exercise at home. I do it all the time. I mean, I should. അങ്ങനെ റെയിൻ ഫോറസ്റ്റ് കണ്ടിറങ്ങി. എനിക്കെന്തോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകാൻ നല്ല ഇഷ്ടമാണ്. നല്ല പച്ചപ്പും ഒരു കാടിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതൊക്കെയാണല്ലോ. ആ ഒരു ശബ്ദവും പ്രകൃതിയുടെ ശബ്ദവും ഒക്കെ ആയിട്ട് അതിൽ കൂടെ നടക്കാൻ നല്ലൊരു സുഖമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് ഇവരെയും കൊണ്ട് റെയിൻ ഫോറസ്റ്റിലേക്ക് പോയതെന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോണ വഴിയിലത്തെ കുറച്ച് കാഴ്ചകളാണ് ഇനി കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. സിംഗപ്പൂരത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയയാണ് കൂടുതലായിട്ട് ഞാൻ കാണിച്ചത്. അല്ല നമ്മൾ ഇതിലല്ല ആ വഴി പോയി.